തൃശൂർ പൂരം കണി കണ്ടുണരുന്നത് കണിമംഗലം ശാസ്താവിനെയാണ്. ധ്യാനരൂപത്തിലുള്ള ബൃഹസ്പതി സങ്കല്പമാണ് ഇവിടെ ശാസ്താവിന്. പൂരദിവസം വടക്കുന്നാഥ സന്നിധിയിൽ ആദ്യം എത്തുന്നതും കണിമംഗലം ശാസ്താവാണ്. ദേവഗുരുവാണ് ബൃഹസ്പതി എന്നതുകൊണ്ട് തന്നെ പരമശിവൻ അദ്ദേഹത്തെ കാണുമ്പോൾ എണീച്ചു നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മഹാദേവനെ നേരിട്ട് കാണാതെയാണ് ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ശാസ്താവ് മടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ സവിശേഷതകളും ഐതിഹ്യങ്ങളുമൊക്കെ കണിമംഗലം ശാസ്താവിനുണ്ട്. ബൃഹസ്പതി സങ്കല്പത്തിലുള്ള ശാസ്താവിന്റെ പ്രതിഷ്ഠയാണ് കണിമംഗലത്തുള്ളത്. ഇങ്ങനെ ഒരു ദേവസങ്കല്പം വളരെ അപൂർവമാണ്. നമ്മോടൊപ്പം ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിനെ ചേരുന്നു. എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുടെ വിശേഷങ്ങൾ? തൃശ്ശൂർ പൂരത്തിലെ ആദ്യ ഘടകപൂര പ്രധാനി കൂടിയാണ് കണിമംഗലം ശാസ്താവ്. ദേവഗുരുവായ ശാസ്താവ് ബൃഹസ്പതി രൂപത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പൂര ദിവസം രാവിലെ ഏകദേശം ഒരു 5 മണിയോടുകൂടി, പുലർച്ചെ ഒരു 5 മണിയോടുകൂടി ഒരാനപ്പുറത്ത് ശാസ്താവ് ഇവിടുന്ന് വില്ലിൻ്റെയും കുത്തുവിളക്കിൻ്റെയും അവസരത്തിൻ്റെയും അകമുടിയോടുകൂടി എഴുന്നള്ളുന്നതാണ്. തുടർന്ന് കൊളശ്ശേരിയിൽ ചെന്നിട്ട് അവിടുന്ന് 3 ആനയോടുകൂടിയും പിന്നെ മണികണ്ഠനാലിൽ ചെന്നാൽ 9 ആനയോടും കൂടി എഴുന്നള്ളിച്ച് വടക്കുന്നാൻ്റെ തെക്കേ ഗോപുരം വഴി, കുടമാറ്റം നടക്കുന്ന വടക്കുന്നാൻ്റെ തെക്കേ ഗോപുര നടവഴിയാണ് ശാസ്താവ് വടക്കുന്നാലിലെ സന്നിധിയിലേക്ക് പോകാറുള്ളത്. വടക്കുന്നാൻ്റെ തെക്കേ ഗോപുരം വഴി മാത്രമാണ്, ഘടകപൂരങ്ങളിൽ ശാസ്താവ് മാത്രമാണ് ഗോപുരം വടക്കും തെക്കേ ഗോപുരം വഴി കയറാറുള്ളത്. അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യ പാദുകം ഹരിവിവർദ്ധനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാ. വടക്കുന്നാഥൻ്റെ മണിമല ശാസ്താവ്, ദേവഗുരുവായ ശാസ്താവ് വടക്കുന്നാഥൻ്റെ മുഖാമുഖം ചെന്ന് നിന്ന് ഒരിക്കലും പൂരം നടത്താറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ദേവഗുരുവായ ശാസ്താവ് വടക്കുന്നാഥൻ്റെ മുഖാമുഖം ചെന്നാൽ വടക്കുന്നാഥൻ പോലും എഴുന്നേറ്റ് നിന്ന് വണങ്ങണം എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഒരിക്കലും മുഖാമുഖം ചെന്ന് നിൽക്കാതെ പുറംതിരിഞ്ഞു നിന്നാണ് പൂരം നടത്തി പോകാറുള്ളത്. തിരിച്ച് കൊളശ്ശേരിയിൽ വന്ന് ഇറക്കി എഴുന്നള്ളിച്ചിട്ട് അന്ന് രാത്രി ഏകദേശം ഒരു 6-6:30 അവിടുന്ന് എഴുന്നള്ളിച്ച് വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്തുള്ള നിലപാട് തറ വലം വെച്ച് പിറ്റേ ദിവസം പുലർച്ചെ ഏകദേശം ഒരു 3 മണിയോടുകൂടി ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. അന്നേ ദിവസം വൈകിട്ട് ദേശപ്പുറയ്ക്ക് പോകുന്നതാണ്. ശാസ്താവ് ഒരാനപ്പുറത്ത് ദേശപ്പുറയ്ക്ക് പോയി കഴിഞ്ഞ് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു വലിയാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇറക്കി പൂജ കഴിഞ്ഞ് ശാസ്താവ് ക്ഷേത്രക്കുളത്തിൽ വന്ന് ആറാട്ട് നടത്തി കൊടിക്കൽ പൂരവും കഴിഞ്ഞ് കൊടിയിറക്കലാണ് പതിവ്. നട തുറന്നയ്യ രാവിലെ ഏകദേശം 5 മണിയോടുകൂടി പള്ളി ഉണർത്തൽ, മഹാഗണോദ്യമം, മലർനിവേദ്യം, തുടർന്നൊരു 8:30 മണിയൊട്ടിപ്പൂജ കിട്ടില്ല ഇവിടെ, നിവേദ്യം മാത്രമാണുള്ളത്. തുടർന്നൊരു 9:30 ക്ഷേത്രം അടയ്ക്കുന്നതാണ്. വൈകിട്ട് ഒരു 5:30 തുറക്കും. ദീപാരാധന, നിവേദ്യം ഏകദേശം ഒരു 7:30 അടയ്ക്കുന്നതാണ്. ഇതാണ് ഇവിടുത്തെ നിത്യ ചടങ്ങുകൾ. അതെ അതെ, ഇത് പണ്ട് മുതലേ ഇവിടെ നേദ്യം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് തുടർന്നു പോകുന്നത്. കൊടിയേറി കഴിഞ്ഞാൽ രാവിലെ പള്ളി ഉണർത്തൽ, മഹാഗണോദ്യമം, മലർനിവേദ്യം, തുടർന്ന് നവകം, പഞ്ചവ്യം, ശ്രീഭൂതബലി, കാഴ്ചശിവേലി എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. കാഴ്ചശിവേലി പ്രാധാന്യം കൂടിയതാണ്. പിന്നെ ഇത് 7 ദിവസവും തുടർന്നു പോകുന്നതാണ്. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസം ക്ഷേത്രശുദ്ധിയും കൂടി ഉണ്ടായിരിക്കുന്നതാണ്. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ തലേ ദിവസം വൈകിട്ട് ബൃഹസ്പതി സങ്കല്പമായതുകൊണ്ട് ഏറ്റവും ആദ്യം വടക്കുന്നാഥൻ്റെ അടുത്ത് എത്തുന്ന. അതെ അതെ അതെ.
വടക്കുന്നാഥൻ കണി കൊണ്ടുണരുന്ന ദേവൻ കൂടി എന്നുള്ള പ്രാധാന്യം കൂടിയുണ്ട്. അതുകൊണ്ട് രാവിലെ ഏകദേശം ഒരു 5 മണി, ഈ 5 മണിക്ക് ഇറങ്ങുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ രാവിലെ മഞ്ഞും മഴയും വെയിലും ഒന്നും കൊള്ളാതെ വേണം ശാസ്താവ് ഇറങ്ങാൻ. അതുകൊണ്ടാണ് ആ സമയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഏകദേശം 9:30 നമ്മുടെ മേളം കഴിയും, തിരിച്ച് കുളശ്ശേരിയിൽ എത്തുന്നതാണ്. അതെ, അവിടെ ഇറക്കി എഴുന്നള്ളിച്ചിട്ട് അന്ന് 6:30 അവിടെ നിന്ന് എഴുന്നള്ളിച്ച് വടക്കുന്നാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് തുടങ്ങുന്നത്. അതെ, കണി കൊണ്ടുവരുന്ന ദേവൻ, അങ്ങനെയാണ് സങ്കല്പം. വേറെ എവിടെ ഈ പ്രതിഷ്ഠയില്ല? ഇല്ല, കേരളത്തിൽ അപൂർവമാണ്, ധ്യാനത്തിലുള്ളതാണ്. ചമ്രം മടിഞ്ഞ് ദേവഗുരു ധ്യാനത്തിലെ ചമ്രം മടിഞ്ഞിരിക്കുന്ന രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഉപദേവനായിട്ട് ഗണപതി മാത്രമാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ വഴിപാട് എള്ളുപായസം, നീരാഞ്ജനം, ദിവസപൂജ, ചുറ്റുവിളക്ക്, നെയ്യഭിഷേകം, ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ പ്രതിഷ്ഠായനം പൂർവാധികം ഭംഗിയായിട്ട് ആഘോഷിക്കാറുണ്ട്. പിന്നെ ശാസ്താവ് ശിവരാത്രി ദിവസം, അന്ന് ശിവരാത്രിയുടെ അന്ന് രാത്രി ഏകദേശം ഒരു 9:30 ശാസ്താവ് വടക്കുന്നാഥിലേക്ക് പോകാറുള്ളത്. അതെ, വർഷത്തിൽ 2 തവണയാണ് പോകാറുള്ളത് ശാസ്താവ്. അന്നേ ദിവസം ശിവരാത്രിക്ക് അവിടെ ചെന്ന് ഇറക്കി എഴുന്നള്ളിപ്പിച്ച് കഴിഞ്ഞ് ഒരു വിളക്കാചാരമുണ്ട്. അത് ഏകദേശം ഒരു 12 മണി കഴിഞ്ഞ് തുടങ്ങുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം ഒരു പുലർച്ചെ 3 മണിയോടുകൂടി എത്തുന്നു. സാമവേദം നാവിലുണർത്തിയ സ്വാമി കണിമംഗല ശാസ്താവ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആദ്യം കണിമംഗല ശാസ്താവ് ആറാട്ടുപുഴ പൂരത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. പണ്ടുകാലങ്ങളിൽ ആറാട്ടുപുഴയിലാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഒരു തവണ ശാസ്താവിന് പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാതെയായി. അപ്പോൾ തുടർന്ന് ആറാട്ടുപുഴയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുകയും തുടർന്ന് ശക്തൻ്റെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുപ്പിക്കുകയും കൂടിയാണ് ശാസ്താവിനെ ചെയ്തിട്ടുള്ളത്. അതെ, അങ്ങനെയാണ് ശാസ്താവ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. പൂര ദിവസം വടക്കുന്നാഥൻ കണി കാണുന്നത് കണിമംഗലം ശാസ്താവിനെയാണ്. ബൃഹസ്പതി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ഒട്ടേറെ പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകതകളായിട്ട് പറയുന്നത്? ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദേവനാണ് കണിമംഗല ശാസ്താവ്. കണിമംഗല ശാസ്താവ് തൃശ്ശൂർ പൂരനഗരിയിലെ പൂരത്തിന് ആരംഭമാകുകയുള്ളൂ. പ്രാരംഭ ദേവനും കൂടിയാണ് കണിമംഗല ശാസ്താവ്. അത് രാവിലെ ആണ് ശാസ്താവിൻ്റെ പുറപ്പാട്. നാസ്വരത്തിൻ്റെയും വില്ലിൻ്റെയും അകമ്പടിയോടുകൂടിയാണ് കണിമംഗല ശാസ്താവ് ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ കുടശ്ശേരി എത്തുമ്പോൾ 4 ആനയോടുകൂടി 5 ആനയോടുകൂടി മണികണ്ഠനാലിലെത്തുകയും അവിടെ നിന്ന് 4 ആനയോടുകൂടി 9 ആനപ്പുറത്താണ് തെക്കേ ഗോപിനട കടക്കുന്നത്. ശാസ്താവിനെ വരവേൽക്കാൻ തെക്കേ ഗോപിനട തുറക്കുന്നത് നേതിലക്കാവ് അമ്മയാണ്. തലേ ദിവസം വന്ന് നേതിലക്കാവ് അമ്മ തെക്കേ ഗോപിനട തുറന്നിട്ട് കൊടുക്കും ശാസ്താവിന് വരുവാൻ. ശാസ്താവിൻ്റെ പൂരം അങ്ങനെ അലഞ്ചിത്തറയിലെത്തി അവിടുന്ന് പാണ്ഡിമേളത്തോടുകൂടി പുറത്തേക്ക് കിടക്കും. ശ്രീമൂലസ്ഥാനത്ത് ജിതിനും കല്ലാറ്റ് നയിക്കുന്ന പാണ്ഡിമേളത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കാലത്തെ പൂരത്തിൻ്റെ ചടങ്ങുകൾ കഴിയുന്നത്. നമ്മൾ കാലത്തെ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടശ്ശേരി അമ്പലത്തിൽ ഇറക്കെഴുന്നള്ളിപ്പുണ്ട്. അത് കഴിഞ്ഞാൽ വൈകിട്ട് 6:30 പല്ലാവൂർ ശ്രീധരന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം കൂടി നടുവിലാൽ കൂടി കയറി ശ്രീമൂലസ്ഥാനത്ത് പഞ്ചവാദ്യം എത്തും. അവിടെ പഞ്ചവാദ്യം സമാപിച്ചതിന് ശേഷം കൊട്ടിയാടുക എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, കൊട്ടി വയ്ക്കുക പറഞ്ഞ ചടങ്ങുണ്ട്. ആ ചടങ്ങോട് കൂടിയിട്ടാണ് ഇന്നലെ പാടുതറ വലം വെച്ച് ശാസ്താവ് തിരിച്ച് ക്ഷേത്രത്തിലെത്തുന്നത്. വില്ല് കയ്യിലേന്തിയാണ് കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥനെ സന്ദർശിക്കാൻ പോവുക. ഇത് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഒരു വേറിട്ട വ്യത്യസ്തമായ ഒരു ആചാരമാണ്, ചടങ്ങാണ്. ഇതാണ് ക്ഷേത്രത്തിൽ നിന്നും പൂരത്തിൻ്റെ ദിവസം കൊണ്ടുപോകുന്ന വില്ല്.
കാലങ്ങളായിട്ട് ഈ വില്ല് കയ്യിലെടുക്കുന്നത് ഇദ്ദേഹമാണ്. ഇത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. 12 വയസ്സിലാണ് പിടിക്കാട് തുടങ്ങിയത്. മാളയ്ക്ക് തടവ് സമയത്താണ് ഞാൻ തുടങ്ങിയത്. ഇപ്പൊ 30 വർഷമായി. എങ്ങനെ ഇത് കയ്യിലെടുത്ത് ഇത് എടുത്തിട്ട് മാല കെട്ടി എടുത്ത് പ്രദർശനം വയ്ക്കും. ആനയുടെ മുമ്പിൽ നടക്കും. കുത്തോളക്ക് ഇത് ശാസ്താവിന്റെ വില്ലാണ്. ശാസ്താവിന്റെ വില്ലാണ്. പിന്നെ തിരിച്ചു വരണവരെ കയ്യിൽ വയ്ക്കും. പൂജ സമയത്ത് അവർക്ക് പൂജ കുറച്ചതിൽ തിരിച്ചു വയ്ക്കും. പിന്നെ 6:30 അവിടെ സ്റ്റാർട്ട് പഞ്ചാവധി കൂടി അവിടുന്ന് ഇത് പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇതെങ്ങനെയാ സംരക്ഷിക്കുന്നത്? ഓരോ വർഷവും സംബന്ധിക്കും. ഈ സമയത്ത് മാത്രമാണ് പുറത്ത്? ഈ സമയത്ത് ശിവരാത്രിക്കും പ്രതിഷ്ഠത്തിനും പിന്നെ തൃശ്ശൂർ കൊടിയേറ്റത്. വേറെ ആർക്കും അവകാശമാണ് അല്ലേ? അവകാശമാണ്. ഇത്തരത്തിൽ മറ്റ് എവിടെയും കാണാത്തത്ര രസകരമായ വേറിട്ട ഒരുപാട് ആചാരങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ഘടകപൂരത്തിനുമുണ്ട്. കണിമംഗല ശാസ്താവിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അവകാശമാണ് ഈ വില്ല് കയ്യിലേന്തി വടക്കുന്നാഥനെ സന്ദർശിക്കാൻ കഴിയുക എന്നത്. കണിമംഗലം ശാസ്താക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഇങ്ങനെയൊക്കെയാണ്. അടുത്തത് നമ്മൾ പോകുന്നത് പനേക്കംപള്ളി ശാസ്താക്ഷേത്രത്തിലേക്കാണ്. തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന രണ്ടാമത്തെ ശാസ്താ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് പനമക്കുംപള്ളിയിലേത്. അമൃതകുംഭം കയ്യിലേന്തിയ ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നമുക്ക് ക്ഷേത്രവിശേഷങ്ങൾ കാണാം. തെക്കേ മഠത്തിന്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രമുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു പ്രശ്നങ്ങളും ഏറെക്കാലം ഈ ക്ഷേത്രത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതിന് വരെ അത് തടസ്സമായിരുന്നു. തുടർന്ന് 1996 മുതലാണ് ക്ഷേത്രം തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത് വീണ്ടും ആരംഭിച്ചത്. ഈ ക്ഷേത്രം ഇവിടെ ഉത്ഭവിച്ചത് തെക്കേമഠത്തിന്റെ കീഴടത്തിലുള്ള ക്ഷേത്രമാണ്. അവിടുത്തെ സ്വാമിയാർ കോട്ടയത്തു നിന്നും കിഴക്കമ്പാട്ടിൽ വന്ന് താമസമാക്കിയപ്പോൾ അദ്ദേഹം പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഇവിടെ നിക്ഷിപ്തമായിട്ടുള്ളത്. ഭഗവാന്റെ കയ്യിൽ അമൃതകലശവും പത്മാസനത്തിൽ ഇരിക്കുന്ന രൂപവുമാണ് വിഗ്രഹത്തിൻ്റേത്. രോഗശാന്തിക്കും മറ്റ് വിദ്യകൾക്കും പ്രതീകമായിട്ടാണ് അമൃതകലശം ഭഗവാന്റെ കയ്യിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിന്നും പൂരത്തിനും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, പ്രതിഷ്ഠാദിനം, ശിവരാത്രി, മഹാനവമി പൂജവെപ്പ്, സപ്താഹം തുടങ്ങിയ എല്ലാ പരിപാടികളും ഇവിടെ ഭംഗിയായി നടത്തി വരുന്നുണ്ട്. പൂരത്തിനോടനുബന്ധിച്ച് ഇവിടെ നിന്ന് 3 ആനകളുടെ അകമ്പടിയോടുകൂടി മുടങ്ങിക്കൊണ്ടിരുന്ന പൂരം 1996 ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി വരുന്ന ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. അസ്യ ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ അർദ്ധനാരീശ്വര ഋഷിഃ അനുഷ്ഠുപ് ഛന്ദഃ ശ്രീ ഹരിഹരപുത്രോ ദേവതാ. ഇടക്കാലത്ത് പൂരം ഉത്സവത്തിൽ പങ്കെടുക്കാൻ മുടങ്ങിയതിന്റെ കാര്യം എന്തായിരുന്നു? അന്ന് കാലത്ത് ക്ഷേത്രം വളരെ ജീർണിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഉപദേശക സമിതി, തെക്കേമഠം കീഴടം ഉപദേശക സമിതി ഏൽപ്പിക്കുകയും അതിനുശേഷം ഞങ്ങളുടെ എല്ലാവരും ചെറുപ്പക്കാരുടെ എല്ലാം ശ്രമഫലമായി ക്ഷേത്രം പുനരുദ്ധീകരിച്ച് ഈ നിലയിൽ കാണാവുന്ന രീതിയിലാകുകയാണ് ഉണ്ടായത്. സാമ്പത്തിക പരാധീനത മൂലം അന്ന് ഈ ആനകളുടെ എണ്ണം കിട്ടാനുള്ള ക്ഷാമം മൂലം അന്ന് പൂരം നിർത്തിവെക്കേണ്ടി വരികയായിരുന്നു. തുടർന്ന് ഞങ്ങൾ 1996 മുതൽ പ്രൗഢഗംഭീരമായി തന്നെ ഏകദേശം 25-26 കൊല്ലമായി ഈ ക്ഷേത്രത്തിൽ നിന്നും മുടങ്ങാതെ
പൂരം ഭംഗിയായി നടത്തി വരുന്നുണ്ട്. ഒരുപാട് കാലം പൂരം മുടങ്ങി കിടന്നിരുന്നു. കുറച്ച് നാളത്തേക്ക് പൂരം മുടങ്ങിയിരുന്നു. അന്ന് വളരെ ക്ഷയിച്ച ഒരു ക്ഷേത്രമായിരുന്നു. ഇന്ന് അതിൻ്റെ രൂപം തന്നെ അന്നത്തെ നോക്കിയാൽ വളരെയധികം മാറ്റങ്ങളും ഇവിടുത്തെ പ്രവർത്തനങ്ങളിലും അതുമാതിരി പൂജകളിലും എല്ലാം മാറ്റം വന്നുകൊണ്ട് വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 3 ആനയാണോ പണ്ട് മുതൽ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇവിടേക്ക്? ഇവിടെ അങ്ങനെ പ്രത്യേകമായി നിയമപരമായിട്ട് അങ്ങനെ നിഷ്കർഷിച്ചിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി തുടർന്നു വന്നപ്പോൾ ഞങ്ങൾ 3 ആനകൾ വെച്ചുകൊണ്ട് ആണ് ഇവിടെ നിന്ന് പൂരം പുറപ്പെടാറുള്ളത്. അതിനുവേണ്ട ആനയും ആനക്ഷേമങ്ങളും നമ്മുടെ തട്ടകത്തിൻ്റെ പാൽമേക്കാവ് ദേവസ്വം തന്നെയാണ് നമുക്ക് സ്പോൺസർ ചെയ്ത് തരാറുള്ളത്. തൃശ്ശൂർ പൂരം മെയ് 4-ാം തീയതി സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ കൊടിയേറി അതിനുശേഷം ദിവസവും കാലത്ത് തന്ത്രിപൂജ, ശ്രീഭൂതബലി, മേളം എന്നിവ നടന്നു വരുന്നു. പൂര ദിവസം കാലത്ത് 3 ആനപ്പുറത്ത് പഞ്ചവാദ്യ നാഗസ്വരം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ് ആരംഭിക്കും. കാലത്ത് 6:30-നാണ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. കാലത്തെ എഴുന്നള്ളിപ്പ് കിഴക്കുംപാട്ടുകര ദേശം വഴി SNA ജംഗ്ഷനിലെത്തി അവിടെ നിന്നും കിഴക്കേ കോട്ട വഴി ജനറൽ ആശുപത്രി ജംഗ്ഷനിലെത്തി പാർമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടന്ന് ക്ഷേത്രത്തിനകത്താണ് പൂരം അവസാനിക്കുന്നത്. കാലത്തെ പൂരം അവസാനിച്ചതിന് ശേഷം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരികയാണ് പതിവ്. പൂരം പോകുന്ന സമയത്ത് വിവിധ സംഘടനകൾ, ക്ലബ്ബുകൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ ലൂർദ് പള്ളി മതസൗഹാർദ്ദം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു സ്വീകരണവും നൽകി വരാറുണ്ട്. രാത്രി എഴുന്നള്ളിപ്പ് രാത്രി 7:30-നാണ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുക. അതുപോലെ തന്നെ പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവ അകമ്പടി ഉണ്ടാവും. 3 ആനപ്പുറത്താണ് എഴുന്നള്ളിപ്പ്. രാത്രിയിലെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് സൂര്യഗ്രാമം വഴി കിഴക്കേ കോട്ടയിലെത്തി അവിടെ നിന്നും ജനറൽ ആശുപത്രി പാർമേക്കാവിന് മുന്നിലൂടെ വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരം തന്നെ കടന്ന് ഉള്ളിൽ പൂരം അവസാനിക്കും. രാത്രി കിഴക്കേ ഗോപുരം വഴിക്കാണ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വരുന്നത്. അത് വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന രീതി നമ്മളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. അന്നത്തെ ക്ഷേത്രത്തിലെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. നിലവിൽ നമുക്ക് ക്ഷേത്രം നടന്നു പോകുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നാട്ടുകാരടങ്ങിയ ഉപദേശക സമിതിയാണ്, ക്ഷേത്ര ഭരണസമിതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ തെക്കേമഠത്തിൻ്റെ പൂരായ്മ തന്നെയാണ് ക്ഷേത്രം. അവരുടെ സപ്പോർട്ടോടു കൂടി തന്നെ നാട്ടുകാരായിട്ടുള്ള ഭരണസമിതിയാണ് വിശ്വനാഥ വിഭുവേ ശരണമയ്യപ്പ, വേദാന്തത്തിൻ കാതലേ ശരണമയ്യപ്പ. ഇവിടെ പ്രധാനം രോഗശാന്തിയാണ്. പിന്നെ അതെ, ധ്യാനരൂപത്തിലായതുകൊണ്ട് നമ്മൾ എന്താ പറയുക, വിദ്യയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എഴുത്തിനിരുത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇത് കോട്ടയത്ത് നിന്നുള്ള സ്വാമിയാർ, തെക്കേമഠം സ്വാമിയാർ, അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന മൂർത്തിയാണ്, വിഗ്രഹമാണത്. അപ്പോൾ അങ്ങനെ ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ തൃശ്ശൂർ എന്താ പറയുക, തെക്കേമഠം അവിടെ സ്ഥാപിക്കുന്നതിനെക്കാട്ടും മുമ്പ് വന്നത് കിഴക്കമ്പാട്ടുകരയിൽ ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഇവിടെ ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ആരാധന നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട് അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മരണശേഷമായിരിക്കണം മെല്ലെ മെല്ലെ ശോഷിച്ചു. അമ്പലം വളരെ മോശ അവസ്ഥയിലേക്ക് എത്തി. അതിനുശേഷം ഇതിപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഏറ്റെടുത്ത് ഇപ്പോൾ നന്നായിട്ട് പോകുന്നു. തെക്കേമഠത്തിൻ്റെ കീഴിൽ തന്നെയാണ് എങ്കിലും കമ്മിറ്റിയെ രൂപീകരിച്ചിട്ട് നാട്ടുകാർ നടത്തും. തൃശ്ശൂർ പൂരത്തിന്റെ ഘടകപുര ക്ഷേത്രങ്ങളിലുള്ള സഞ്ചാരം ഇതോടെ സമാപിക്കുകയാണ്. ഇനി പൂരവിശേഷമാണ്, പൂരത്തിന്റെ തിരക്കിലേക്കാണ്.
നമസ്കാരം.